ജീവൻ മുക്തി വിവേകം സ്വരൂപസിദ്ധി പ്രയോജന പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. വിസംവാദം. ജീവൻ മുക്തിയുടെ പ്രയോജനങ്ങളിൽ രണ്ടാമത്തേതായ തപസ്സിനെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. വിസംവാദമില്ലായ്മയാണ് ജീവൻ മുക്തിയുടെ മൂന്നാമത്തെ പ്രയോജനം. അന്യരോട് വഴക്കിനു പോകുന്നതാണ് വിസംവാദം. അന്യരോട് വഴക്കിനു പോകുന്നതാണ് വിസംവാദം. ജീവൻ മുക്തരിൽ അതൊരിക്കലും സംഭവിക്കുന്നില്ല. ജീവൻ മുക്തനായ യോഗീശ്വരൻ സദാ അന്തർമുഖനായി ബാഹ്യവ്യാപാരങ്ങളിൽ ഉദാസീനനായി വർത്തിക്കുന്നു. ലൗകികനോ ജിജ്ഞാസുവിനോ അദ്ദേഹത്തോട് വഴക്കിന് പോകേണ്ട കാര്യമില്ല. ഒരു ലൗകികൻ രണ്ട് രൂപത്തിൽ വഴക്കിന് ചെന്നെന്നു വരാം. ചിലപ്പോൾ കലഹിച്ചു എന്ന് വരും, മറ്റു ചിലപ്പോൾ നിന്ദിച്ചു എന്ന് വരും. ഇതിൽ കോപതാപങ്ങൾ നിശ്ശേഷം മാറിയിരിക്കുന്ന ജീവൻ മുക്തനോട് ഒരു ലൗകികൻ എന്ത് കലഹിക്കാനാണ്? ഇങ്ങോട്ട് കോപിക്കുന്നവനോട് പോലും അങ്ങോട്ട് കോപിക്കയില്ല. അപമാനിച്ചാൽ അനുഗ്രഹിക്കും, അധികം ആരോടും സംസാരിക്കുകയുമില്ല, ആരെയും അപമാനിക്കുകയുമില്ല. ഇവയൊക്കെയാണ് ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെന്നത്രേ സ്മൃതി ഘോഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒന്ന് ചോദിക്കാനുണ്ട്. ജീവൻ മുക്തിക്ക് മുമ്പാണ് വിദ്വത് സന്യാസം, വിദ്വത് സന്യാസത്തിന് മുമ്പാണ് തത്വജ്ഞാനം, തത്വജ്ഞാനത്തിനും മുമ്പാണ് വിവിദിഷാസന്യാസം. ഈ ഘട്ടങ്ങളിലൊക്കെ കോപതാപാദി വികാരങ്ങളുടെ ഉപശമം സ്മരിക്കപ്പെടുന്നുണ്ടല്ലോ. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ജീവൻ മുക്തനിൽ കോപതാപാദി വികാരങ്ങൾ ശങ്കിക്കാൻ പോലും ഇടയില്ലെന്ന് സിദ്ധമാകുന്നുണ്ടല്ലോ. ഏറ്റവും അടുത്ത വിവിദിഷാ സന്യാസ വേളയിൽ തന്നെ കോപതാപാദി വികാരങ്ങൾ ജയിക്കപ്പെടണം എന്നു വന്നാൽ, ഏറ്റവും അടുത്ത വിവിദിഷാ സന്യാസ വേളയിൽ തന്നെ കോപതാപാദി വികാരങ്ങൾ ജയിക്കപ്പെടണം എന്നു വന്നാൽ, അതിനുപരി ഉത്തമമായ തത്വജ്ഞാനത്തിൽ അവയ്ക്ക് സ്ഥാനമെവിടെ? തതുപരി വിദ്വത് സന്യാസത്തിലോ പറയേണ്ടതില്ലല്ലോ. അതിനും മേൽ ജീവൻ മുക്തിയിൽ അവയുടെ ശങ്ക പോലും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് യോഗിയോട് ലൗകികന് ഒരിക്കലും കലഹിക്കാൻ സാധ്യമല്ല. അതുപോലെ നിന്ദാരൂപമായ വിസംവാദവും ജീവൻ മുക്തനിൽ സംഭവിക്കുന്നതല്ല. ജീവൻ മുക്തന് സ്തുതി നിന്ദാഭേദമില്ല. സ്മൃതി ഘോഷിക്കുന്നത് നോക്കുക. യന്ന സന്തം ന ചാസന്തം നാശ്രുതം ന ബഹുശ്രുതം ന സുവൃത്തം ന ദുർവൃത്തം വേദ കശ്ചിത് സ വൈ യതിഃ. നല്ലവനെന്നോ ചീത്തയെന്നോ, അജ്ഞനെന്നോ പണ്ഡിതനെന്നോ, സുവൃത്തനെന്നോ ദുർവൃത്തനെന്നോ ഒരാൾക്ക് ആരെ വേർതിരിക്കാൻ കഴിയുന്നില്ലയോ അയാളാണ് യതി. സത്യം തിരയുന്ന ജിജ്ഞാസുവിനും ജീവൻ മുക്തനോട് വിസംവാദത്തിന് കാര്യമില്ല. ശാസ്ത്രനിർണയത്തെക്കുറിച്ചാണോ യോഗനിഷ്ഠയെക്കുറിച്ചാണോ വിസംവാദം? ശാസ്ത്രനിർണയത്തെക്കുറിച്ചാണോ യോഗനിഷ്ഠയെക്കുറിച്ചാണോ വിസംവാദം? പരശാസ്ത്ര പ്രമേയത്തെ ജീവൻ മുക്തൻ ഒരിക്കലും ദുഷിക്കാറില്ല. ആത്മാവിനെ മാത്രം അറിയൂ, അന്യവാക്കുകൾ ഉപേക്ഷിക്കൂ എന്നാണല്ലോ മുണ്ടകോപനിഷത്ത് നിർദ്ദേശം. അധിക ശബ്ദങ്ങളെ പിന്തുടരരുത്, വാക്കുകളെ ക്ഷയിപ്പിക്കുകയാണ് ആത്മദർശനം എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തും ഘോഷിക്കുന്നു. അതുപോലെ സ്വശാസ്ത്ര നിർണയം പ്രതിവാദിയുടെ മുമ്പിൽ സമർത്ഥിക്കാനും ജീവൻ മുക്തൻ ഒരുമ്പെടാറില്ല. ബ്രഹ്മോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് നോക്കുക. പലാലമിവ ധന്യാർത്ഥി ത്യജേത് ഗ്രന്ഥമശേഷതഃ പരമം ബ്രഹ്മ വിജ്ഞായ ഉത്കാവത്തായഥോത്സൃജേത്. ധാന്യം കൊതിക്കുന്നയാൾ തണ്ട് ദൂരെ കളയുന്നതുപോലെ സത്യവേദി ഗ്രന്ഥങ്ങളെയെല്ലാം കൈവെടിയുന്നു. പരമമായ ബ്രഹ്മം അറിയപ്പെട്ടാൽ ഗ്രന്ഥങ്ങൾ കൊള്ളിമീനുകളെപ്പോലെ താഴെ തള്ളപ്പെടേണ്ടവയാണ്.
പ്രതിവാദിയെപ്പോലും ആത്മസ്വരൂപമായി കാണുന്ന ജീവൻ മുക്തന് ആരെയും വാദത്തിൽ ജയിക്കാൻ ആഗ്രഹമില്ലെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ചാർവാകന്മാരൊഴിച്ച് മറ്റെല്ലാവരും മോക്ഷത്തെ പരമപുരുഷാർത്ഥമായി അംഗീകരിക്കുന്നതുകൊണ്ട് ജീവൻ മുക്തൻ്റെ യോഗനിഷ്ഠയെക്കുറിച്ചും ഒരു സത്യജിജ്ഞാസുവിന് അഭിപ്രായ വ്യത്യാസമുണ്ടാവാനിടയില്ല. ജൈനന്മാർ, ബൗദ്ധന്മാർ, വൈശേഷികന്മാർ, നൈയായികന്മാർ, ശൈവന്മാർ, വൈഷ്ണവന്മാർ, ശാക്തന്മാർ, സാഖ്യയോഗമതക്കാർ എന്നിവരുടെയൊക്കെ മോക്ഷശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രമേയങ്ങൾക്ക് ഭിന്നതയുണ്ടാവാം. എന്നാൽ മോക്ഷോപായങ്ങളായ യമനിയമാദി സാധനകളെ സംബന്ധിച്ച് ആർക്കും തന്നെ അഭിപ്രായ ഭിന്നതയില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് യമനിയമാദി സ്വഭാവമായി തീർന്നിട്ടുള്ള ജീവൻ മുക്തൻ്റെ യോഗനിഷ്ഠയെ ആരും ചോദ്യം ചെയ്യാനിടയില്ല. വസിഷ്ഠൻ ഈ സ്ഥിതി വാസിഷ്ഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. ജന്മപരമ്പരയിൽ അവസാനത്തേതിലെത്തിച്ചേർന്ന മഹാത്മാവിൽ ഉത്തമ വേണുവിൽ മുത്തെന്ന പോലെ വിദ്യ കടന്നു പ്രവേശിക്കുന്നു. ശ്രേഷ്ഠത, ലാളിത്യം, സ്നേഹം, സൗമ്യത, മുക്തത, സത്യനിഷ്ഠ എന്നിവ അന്തഃപുര സ്ത്രീകളെപ്പോലെ അദ്ദേഹത്തെ സദാ സമാശ്രയിക്കുന്നു. പേശലാചാരമധുരം സർവേ വാഞ്ചന്തി തം ജനാഃ വേണും മധുരനിധ്വാനം വനേ വനമൃഗാ ഇവ. സ്നേഹനിർഭരമായ പെരുമാറ്റം കൊണ്ട് മാധുര്യം ചൊരിയുന്ന അദ്ദേഹത്തെ സകലരും ഇഷ്ടപ്പെടുന്നു. മധുരനാദം പുറപ്പെടുവിപ്പിക്കുന്ന വേണുവിനെ വനമൃഗങ്ങളെന്ന പോലെ, നിദ്രയിലെന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലൗകിക വികാരങ്ങൾ പാടെ ശമിച്ചിരിക്കുന്നു. എന്നാൽ ചിത്തം സത്യസ്വരൂപത്തിൽ സദാ ഉണർന്നു വർത്തിക്കുന്നു. കലാപൂർണനായ ചന്ദ്രനെ എന്ന പോലെ സജ്ജനങ്ങൾ അദ്ദേഹത്തെ സേവിക്കുന്നു. ഇങ്ങനെയുള്ള ആളാണ് മുക്തൻ. ക്രൂരങ്ങളും ശാന്തങ്ങളുമായ എല്ലാ ജീവികളും അമ്മയുടെ മുമ്പിലെന്ന പോലെ ജീവൻ മുക്തൻ്റെ മുമ്പിൽ ശാന്തിയെ ഭജിക്കുന്നു. തപസ്വികളിലും പണ്ഡിതന്മാരിലും യാജ്ഞികന്മാരിലും രാജാക്കന്മാരിലും ബലവാന്മാരിലും ഗുണാഢ്യന്മാരിലും ഉപരി ശാന്തചിത്തൻ ബഹുമാന്യനായി ഭവിക്കുന്നു. ഇങ്ങനെ ജീവൻ മുക്തിയുടെ മൂന്നാമത്തെ പ്രയോജനമായ വിസംവാദം സർവഥാ സിദ്ധമായി തീരുന്നു. ദുഃഖനാശം, സുഖ ആവിർഭാവം. ജീവൻ മുക്തിയുടെ നാലാമത്തേതും അഞ്ചാമത്തേതുമായ പ്രയോജനങ്ങളാണ് ദുഃഖനാശവും സുഖ ആവിർഭാവവും. അവയുടെ സ്വരൂപം ക്രമമായി സംഗ്രഹിക്കാം. ബൃഹദാരണ്യക ഉപനിഷത്ത് ദുഃഖനാശത്തിൻ്റെ സ്വരൂപം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ആത്മാനം ചേദ്വിജാനീയാദയമസ്മീതി പൂരുഷഃ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസംജ്വരേത്. ഞാനീ ആത്മാവാണ് എന്ന് വ്യക്തമായി അറിയുന്ന പുരുഷൻ പിന്നെ എന്തു കൊതിച്ച് എന്തിനു വേണ്ടി ദേഹത്തെ പിന്തുടർന്ന് ദുഃഖിക്കണം? ഈ ഉപനിഷത് ഭാഗം ആത്മജ്ഞാനിക്ക് ഐഹിക ദുഃഖമൊന്നും ഉണ്ടാകാനില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. തൈത്തിരീയോപനിഷത്തിൽ മറ്റൊരു പ്രസ്താവനയുണ്ട്. ഞാൻ പുണ്യം ചെയ്തുവോ പാപം ചെയ്തുവോ എന്ന ചിന്ത ഇദ്ദേഹത്തെ ഒരിക്കലും തപിപ്പിക്കുന്നില്ല. പരലോക ഹേതുക്കളായ പുണ്യപാപ ചിന്തകളെക്കുറിച്ചുള്ള ദുഃഖവും ആത്മജ്ഞാനിയെ സ്പർശിക്കുന്നില്ലെന്ന് ഈ ശ്രുതിഭാഗം വെളിപ്പെടുത്തിയിരിക്കുന്നു. സുഖപ്രാപ്തി 3 തരത്തിലാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നീ 3 എണ്ണമാണ് സുഖ ആവിർഭാവ ലക്ഷണങ്ങൾ. എല്ലാം കാണുന്നുണ്ട്, ഒന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നീ മാനസിക ഭാവങ്ങളാണ് ആഗ്രഹനിവൃത്തിയുടെ ലക്ഷണങ്ങൾ. എല്ലാം കാണുന്നുണ്ട്, ഒന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നീ മാനസിക ഭാവങ്ങളാണ് ആഗ്രഹനിവൃത്തിയുടെ ലക്ഷണങ്ങൾ. പ്രാണശരീരിയായ ഹിരണ്യഗർഭൻ മുതൽ വൃക്ഷലതാദി സ്ഥാവരങ്ങൾ വരെ എല്ലാ ദേഹങ്ങളിലും തുടർന്നു നിൽക്കുന്ന സാക്ഷി ചൈതന്യമായ
ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്നനുഭവിക്കുന്നയാൾക്ക് സ്വദേഹത്തിലെന്നല്ല മറ്റെല്ലാ ദേഹത്തിലും വർത്തിച്ചുകൊണ്ട് സർവസാക്ഷിത്വം അനുഭവിക്കാവുന്നതാണ്. ബ്രഹ്മത്തെ അറിയുന്നയാൾ സർവകാമങ്ങളും അനുഭവിക്കുന്നു എന്നാണ് ശ്രുതി ഘോഷിക്കുന്നത്. യോ വേദനിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോഷ്ണുതേ സർവാൻ കാമാൻ സഹ. ഈ ലോകത്ത് അനുഭവിച്ചു കഴിഞ്ഞ കാമങ്ങളിൽ പൂർണ്ണമായ ആഗ്രഹനിവൃത്തി വരുന്നതാണ് കാമസിദ്ധി. അതോടെ ലൗകികങ്ങളായ എല്ലാ കാമങ്ങളും ദോഷദുഷ്ടങ്ങളാണെന്നറിഞ്ഞ് തത്വവേദിയുടെ മനസ്സ് ഒരിക്കലും അവയിൽ പതിയാതിരിക്കുന്നതാണ് സർവകാമാവാപ്തി. അതുകൊണ്ടാണ് സാർവഭൗമനായ ചക്രവർത്തി മുതൽ ഹിരണ്യഗർഭൻ വരെ ക്രമമായ ആനന്ദം 100 ഇരട്ടി വീതം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രോത്രിയനായ ബ്രഹ്മനിഷ്ഠൻ്റെ ആനന്ദം അതിലുപരിയാണെന്ന് ശ്രുതി ഘോഷിക്കുന്നത്. സദ്രൂപനായും ചിദ്രൂപനായും ആനന്ദരൂപനായും താൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്നനുഭവിക്കുന്ന ബ്രഹ്മജ്ഞന് സർവഭോക്തൃത്വം ഉണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. അന്നവും ഞാൻ തന്നെ, അന്നം ഭുജിക്കുന്നയാളും ഞാൻ തന്നെ എന്ന് ശ്രുതി പ്രഖ്യാപിക്കുന്നത് ഈ സർവഭോക്തൃത്വം വെളിപ്പെടുത്താനാണ്. അഹമന്നമന്നമദന്തമാദ്മി അഹം വിശ്വം ഭുവനമഭ്യഭവാം സുവർണജ്യോതിഃ യ ഏവം വേദ. ജ്ഞാനിയുടെ കൃതകൃത്യത്വവും സ്മൃതികളിൽ വിവരിച്ചിട്ടുണ്ട്. ജ്ഞാനാമൃതം പാനം ചെയ്ത് കൃതകൃത്യനായി കഴിയുന്ന യോഗിക്ക് ഈ ലോകത്തിൽ കർത്തവ്യമൊന്നും അവശേഷിക്കുന്നില്ല. കർത്തവ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ തത്വവിത്തല്ലെന്നറിയേണ്ടതാണ്. ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. ആത്മരതിയും ആത്മതൃപ്തനും ആത്മസന്തുഷ്ടനുമായ യോഗിക്ക് ഈ ലോകത്ത് കർത്തവ്യമായി യാതൊന്നും അവശേഷിക്കുന്നില്ല. എത്തേണ്ടിടത്തെത്തി എന്ന സ്ഥിതിയും ശ്രുതി വിവരിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ സത്യം ഗ്രഹിച്ച ജനകനെ അഭയം വൈ ജനക പ്രാപ്തോസി, ജനക നീ ഭയമില്ലാത്ത സ്ഥാനത്തെത്തിച്ചേർന്നുവല്ലോ എന്നാണ് ഗുരു പ്രശംസിക്കുന്നത്. ബ്രഹ്മലാഭം സർവലാഭമാണെന്നും ബ്രഹ്മത്തെ അറിയുന്നയാൾ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നുവെന്നും ശ്രുതി ഘോഷിക്കുന്നു. ഇവിടെ ഒരു സംശയം വരാം. ദുഃഖനാശവും സുഖ ആവിർഭാവവും തത്വജ്ഞാനം കൊണ്ട് തന്നെ സിദ്ധിക്കുമല്ലോ, പിന്നെ ഇവ ജീവൻ മുക്തിയുടെ പ്രയോജനമാകുന്നതെങ്ങനെ? ഈ സംശയം ശരിയല്ല. ഇവയുടെ സുരക്ഷിതത്വമാണ് ജീവൻ മുക്തിയുടെ പ്രയോജനം. ദുഃഖനാശവും സുഖ ആവിർഭാവവും തത്വജ്ഞാനം കൊണ്ട് തന്നെ സിദ്ധിക്കുമല്ലോ, പിന്നെ ഇവ ജീവൻ മുക്തിയുടെ പ്രയോജനമാകുന്നതെങ്ങനെ? ഈ സംശയം ശരിയല്ല. ഇവയുടെ സുരക്ഷിതത്വമാണ് ജീവൻ മുക്തിയുടെ പ്രയോജനം. നേരത്തെ ഉണ്ടായ തത്വജ്ഞാനം ജീവൻ മുക്തിയിൽ സുരക്ഷിതമായി തീരുന്നതുപോലെ ഇവിടെ മുൻ പറഞ്ഞ ദുഃഖനാശ സുഖ ആവിർഭാവങ്ങളും സുരക്ഷിതങ്ങളായി ഭവിക്കുന്നു. ജീവൻ മുക്തനും ലോകവ്യവഹാരവും. മേൽ വിവരിച്ച 5ഉം ജീവൻ മുക്തിയുടെ പ്രയോജനങ്ങളാണെങ്കിൽ സദാ സമാധിയിൽ കഴിയുന്ന യോഗീശ്വരൻ ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുന്ന തത്വജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണല്ലോ. ഈ സംശയത്തിന് വസിഷ്ഠൻ രാമന് നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക. രാമൻ ഇങ്ങനെ ചോദിച്ചു: അല്ലയോ മഹാമുനി, ചിലർ തത്വമറിഞ്ഞ വിശ്രാന്തരാണെങ്കിലും ഏകാഗ്രമതികളായി സദാ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. മറ്റു ചിലർ ഏകാന്തസ്ഥാനങ്ങളിൽ സദാ സമാധിനിഷ്ഠരായി കഴിഞ്ഞുകൂടുന്നു. ഇവരിൽ ശ്രേഷ്ഠരാരാണ്? വസിഷ്ഠൻ മറുപടി നൽകി: ഇമം ഗുണസമാഹാരസം
ഇമം ഗുണസമാഹാരമസത്യത്വേന പശ്യതഃ അന്തഃശീതളതാ യാസൗ സമാധിരിതി കഥ്യത്തെ. അല്ലയോ രാമ, മായാഗുണസമാഹാരമായ ഈ പ്രപഞ്ചത്തെ അസത്യമെന്നറിയുന്ന മഹാത്മാവിൻ്റെ ഉള്ളിൽ അതിരറ്റ ഒരു ശീതളത ആവിർഭവിക്കുന്നു. ഇതുതന്നെയാണ് സമാധി. ഇവിടെ കാണപ്പെടുന്ന കാഴ്ചകളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിച്ച് ശാന്തശീതളന്മാരായി ചിലർ ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുന്നു. ചിലർ ധ്യാനപരായണന്മാരായി കഴിഞ്ഞുകൂടുന്നു. ദ്വാവേതൗ രാമ സുസമാവന്തശ്ചേത് പരിശീതളൗ അന്തഃശീതളതായ സ്യാത് തദനന്തതപഃഫലം. അന്തഃശീതളതയുണ്ടെങ്കിൽ ഈ രണ്ടു കൂട്ടരും തികച്ചും തുല്യരാണ്. അനന്ത തപസ്സിൻ്റെ ഫലമായി മാത്രമേ ഈ അന്തഃശീതളത വന്നുചേരൂ. വസിഷ്ഠൻ്റെ മറുപടിയിൽ നിന്നും വാസനാക്ഷയ രൂപമായ അന്തഃശീതളത അവശ്യം സമ്പാദിക്കേണ്ടതാണെന്ന് മാത്രം ധരിച്ചാൽ മതി. തുടർന്നുണ്ടാകേണ്ട മനോനാശത്തിൻ്റെ മെച്ചം ഇതുകൊണ്ട് നിഷേധിക്കപ്പെടുന്നില്ല. ശീതളത്വമെന്നു പറയുന്നത് തൃഷ്ണ ശമിക്കലാണെന്ന് വസിഷ്ഠൻ തന്നെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഹൃദയം ശീതളമായാൽ ജഗത്ത് മുഴുവൻ ശീതളമായി അനുഭവപ്പെടും. ഹൃദയം തൃഷ്ണ കൊണ്ട് തപിച്ചാൽ ജഗത്ത് മുഴുവൻ തീയിലെരിയുന്നത് പോലെ തോന്നും. ഇവിടെ സമാധിയെ നിന്ദിക്കുകയും വ്യവഹാരത്തെ പ്രശംസിക്കുകയും ചെയ്യുകയാണെന്ന് കരുതരുത്. വസിഷ്ഠൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുക. സമാധിസ്ഥാന സംസ്ഥസ്യ ചേതശ്ചേദ്വൃത്തിചഞ്ചലം തത്തസ്യ തു സമാധാനം സമമുന്മത്തതാണ്ഡവൈഃ. ഉന്മത്തതാണ്ഡവസ്ഥസ്യ ചേതശ്ചേത് ക്ഷീണവാസനം തസ്യോന്മത്തനൃത്യം തു സമം ബ്രഹ്മസമാധിന. കണ്ണുമടച്ച സമാധിസ്ഥനെപ്പോലെ കഴിയുന്നയാളിൻ്റെ ചിത്തം സങ്കല്പങ്ങളിൽപ്പെട്ട് ചലിക്കുന്നു എന്ന് വന്നാൽ അയാളുടെ സമാധി ഭ്രാന്തൻ്റെ ഇളകിയാട്ടമായേ കരുതേണ്ടു. നേരെ മറിച്ച് ഭ്രാന്തനെപ്പോലെ ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ ചിത്തം വാസന ക്ഷയിച്ച് ശീതളമാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭ്രാന്ത നൃത്തം ബ്രഹ്മസമാധിയായി കരുതാവുന്നതാണ്. ഇവിടെ സമാധിയെ പ്രശംസിച്ച് വാസനയെ നിന്ദിച്ചിരിക്കുകയാണെന്ന് ഓർക്കണം. താൽപ്പര്യം ഇതാണ്: വ്യവഹാരത്തേക്കാൾ സമാധി പ്രശംസാർഹമാണെങ്കിലും വാസനാക്ഷയം വരാത്ത സമാധി വാസനാക്ഷയം വന്ന ലോകവ്യവഹാരത്തേക്കാൾ അധമമാണ്. വ്യവഹാരത്തേക്കാൾ സമാധി പ്രശംസാർഹമാണെങ്കിലും വാസനാക്ഷയം വരാത്ത സമാധി വാസനാക്ഷയം വന്ന ലോകവ്യവഹാരത്തേക്കാൾ അധമമാണ്. അതുകൊണ്ട് അത് സമാധിയാണെന്ന് പറക വയ്യ. വാസനാബദ്ധമാണ് ചിത്തമെങ്കിൽ അങ്ങനെയുള്ളയാൾക്ക് സമാധി അഭ്യസിക്കുന്നത് കൊണ്ട് പുണ്യമുണ്ടായി ഉത്തമലോകപ്രാപ്തി കൈവരും. ജ്ഞാനനിഷ്ഠ വന്ന് ചിത്തം വാസനാക്ഷയം നേടി നേടിയാൽ ജീവൻ മുക്തി വെളിവാക്കിക്കൊണ്ട് മനസ്സിനെ നശിപ്പിച്ച് സമാധിസ്ഥനായി കഴിയുന്നത് തന്നെയാണ് പ്രശസ്തം. അതിനാൽ യോഗീശ്വരന് 5 പ്രയോജനങ്ങളുള്ള ജീവൻ മുക്തി നിർബാധം തുടരാവുന്നതാണ്. സ്വരൂപസിദ്ധി പ്രയോജന നിരൂപണം കഴിഞ്ഞു. അവസാനത്തെ പ്രകരണം വിദ്വത് സന്യാസ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.